കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പക്ഷെ അവരിപ്പോ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാ സത്യം. പഴയപടി കൊണ്ടുവരണമെന്നുണ്ട്. അതിപ്പോ എന്തോ ഒരു വഴി. വഴിയുണ്ട് മാഡം. എന്ത് വഴി? വാ. ഓഫീസ് സമയത്ത് എന്താ രാജാറായി കാണിക്കുന്നത്? ജോലി സമയത്ത് കപ്പലിനെയും കഴിച്ചോണ്ടിരിക്കുകയാണോ? നീ എന്താ കപ്പലണ്ടി അങ്ങനെ ചെറുതായി കാണുന്നത്? ഇത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒന്നാണ് കപ്പലണ്ടി. ഓ, നിങ്ങളെപ്പോലുള്ള കോടീശ്വരന്മാർക്ക് നട്ട്സ് എന്ന് കേൾക്കുമ്പോ ബദാമൊക്കെ ആവും ഓർമ്മ വരിക. ഇതാണ് പാവങ്ങളുടെ ബദാം. ആയിക്കോട്ടെ. ഇതും കഴിച്ചോണ്ട് നടക്കേണ്ട സമയമാണോ ഇപ്പോ? ഓ, എനിക്ക് ഹൃദയരോഗം വരുന്നത് കാണണമെന്നാണോ? ഹൃദയരോഗോ? ഈ കപ്പലണ്ടിയിലെ നിയാസിൻ, കോപ്പർ, മഗ്നീഷ്യം, ഒലിക് ആസിഡ്, റെസ്വെറട്രോൾ എന്നിവ ഹൃദയരോഗങ്ങളെ തടയുമെന്ന് അമേരിക്കൻ കോളേജ് ഓഫ് ന്യൂട്രീഷന്റെ ജേണലിൽ ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ നിനക്ക് തോന്നും അത് മാത്രമാണ് ഗുണമെന്ന്. എന്നാൽ അല്ല. ഡെർമറ്റോളജി സർജറി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം വൈറ്റമിൻ B3 ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. രവി, അത് ചർമ്മത്തെ സംരക്ഷിക്കും. മതി, കഴിഞ്ഞ നിന്റെ കപ്പലിന്റെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഒന്ന് പോകാൻ നോക്ക്. ചെല്ല്. കുറച്ച് വേണോ നിനക്ക്? ഒന്നും മിണ്ടാതെ പോരാ ജറ. ഇത് കഴിക്കാൻ വളരെ എളുപ്പം രവി. ഓ, ആയിക്കോട്ടെ. ഇങ്ങനെ കുറച്ചെടുത്ത് ഇരു കൈകളും കൊണ്ട് അതിന്റെ തോടിളക്കി ഒറ്റ ഊത്. കണ്ണ് കണ്ണ് അല്ല, ഞാൻ നീ എന്തീ കാണിച്ചത്? ആരെങ്കിലും ഒന്ന് ഊത്. ഹലോ മനോഹർജി. ശരി ശരി രാജാറാം, എന്റെ കണ്ണ് തുറക്കാൻ പറ്റില്ല. സെഠ്ജി, आप कैसे? मैं ठीक हूँ. എന്റെ കണ്ണ് തുറക്കാൻ വയ്യെന്ന്. രാജാറാം, സാൻഡ്ര, സാൻഡ്ര, सब कुछ ठीक है. സാൻഡ്ര, കുറച്ച് വെള്ളം എടുത്തേ. ठीक है, ठीक है. പോയി ചോദിക്കേ, പോയി ചോദിക്കേ. അയ്യോ, ഊതി കൊടുക്കാൻ പോ. സാൻഡ്ര, വെള്ളം എടുക്കാൻ. ഞാൻ തരാം സാർ. ഞാൻ വേഗം പോയി വെള്ളം എടുത്തിട്ട് വരാം. വേഗം ഉണ്ടോ? സമ്മതിച്ചു തന്നിരിക്കുന്നു രാജാറാം സാർ. സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവരായി അവരുടെ പാടായി.
ഒരു നോട്ടം കൊണ്ടുപോലും ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയെ തന്നിലേക്ക് ആവാഹിക്കാൻ കഴിയുന്ന പ്രണയത്തിന്റെ രാജകുമാരന് രവിചന്ദ്രവർമ്മൻ. ഒരു തിരിഞ്ഞു നോട്ടത്തിൽ കൂടി ഒരു പുരുഷന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്ത് മുളപ്പിക്കാൻ കഴിവുള്ള രാജകുമാരിയ ശ്രീലക്ഷ്മി. സാന്ദ്രമ്മയുടെ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവരാ സിറ്റുവേഷൻ നന്നായി കൈകാര്യം ചെയ്തോളൂ. അല്ല രാജാറാം സർ, സാറിന് ഈ ബുദ്ധി ഇപ്പൊ എവിടുന്ന് വന്നു? അതിന് കൂടുതലൊന്നും ആലോചിക്കേണ്ട മാഡം. രവിയിലും ശ്രീലക്ഷ്മിയിലും അടങ്ങാത്ത പ്രണയമുണ്ട്. അതിനെ ഒന്ന് ഉണർത്തിവിടാൻ അവരുടെ നിശ്വാസങ്ങൾക്ക് കഴിയും. അതിന് ഒരു കപ്പലെടുത്തൊരു കാരണമാക്കിയെന്നേ ഉള്ളൂ. താങ്ക് യു. കഷ്ടമാണ് നോക്ക്. പ്രണയവും വിവാഹവും കുടുംബജീവിതവും ഒന്നുമില്ലെങ്കിലും രാജാറാം സാറിൽ നല്ലൊരു റൊമാൻറ്റിക് ഹീറോ മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അതങ്ങനെയാ മാഡം. തുറന്നു പറയാത്തതും ഏകപക്ഷീയവുമായ പ്രണയത്തിന് ഏറ്റവും ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ രാജാറാം സാറ് ആരെങ്കിലും ഏകപക്ഷീയമായി പ്രേമിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ ആരെയും പ്രണയിക്കാത്തവനായി ആരുമില്ല മാഡം. ഇനി എന്റെ കാര്യം പറയിച്ച് സാന്ദ്ര മാഡം എന്നെ കരയിക്കൂ. എന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാലേ ഞാൻ വല്ലാതെ ഇമോഷണലാവും. അതുകൊണ്ട് ആ സബ്ജക്റ്റ് തൽക്കാലം അടഞ്ഞു തന്നെ കിടക്കട്ടെ. ഹലോ ഹലോ സർ, എവിടേക്കാ? ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഒരു സൈൻ വാങ്ങാനുണ്ടായിരുന്നു. ക്യാബിനിൽ ഇല്ലായിരുന്നു. രവി സാറിന്റെ ക്യാബിനിൽ ഉണ്ടാന്ന് നോക്കാൻ. ഒരു 2 മിനിറ്റ്. അവിടെ രവി സാറും ശ്രീലക്ഷ്മി മാഡവും തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓഫീസ് മാറ്റർ അല്ലാത്ത എന്തോ ഒരു കാവ്യം എഴുതാൻ പോകുവാന്നാ പറഞ്ഞത്. ആണോ? രവി സാറും മാഡവും പുസ്തകം എഴുതുന്നുണ്ടോ? എന്താ സാർ പുസ്തകത്തിന്റെ പേര്? പേര് കണ്ണിലെ കരടും കപ്പലെടുത്തോടും. മാജിക്കൽ ലവ് സ്റ്റോറിയാ. അതിനിടയ്ക്ക് ഗ്രീഷ്മ ഒരു കരടാവണ്ട. അല്ല, ഗ്രീഷ്മ മാരീഡ് ആണോ? അതെ സർ. പ്രണയ വിവാഹമായിരുന്നല്ലേ? ഈ ഓഫീസ് വർക്കിനിടയിൽ നിങ്ങളോടൊന്നും വ്യക്തിപരമായി സംസാരിക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ടാ ചോദിച്ചത്. അതെ സർ, പ്രണയ വിവാഹമായിരുന്നു. അതാണ്. ഇപ്പൊ എന്റെ കാൽക്കുലേഷൻ എങ്ങനെയുണ്ട്? സമ്മതിച്ചു രാജാറാം സർ. അവിടെ ഡിസ്കഷൻ കഴിഞ്ഞു കാണില്ലേ? കഴിഞ്ഞു കാണും. കഥയിലെ കരട് നീക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എഴുതി തുടങ്ങിയാൽ മതിയല്ലോ. നമുക്ക് നോക്കാം. വരൂ. ഒരു കാര്യം ചെയ്യും, ഫയൽ ഞാൻ സൈൻ ചെയ്ത് കൊണ്ടുവന്നാ. ശരി മാഡം. Sir, are you all right? Oh, yeah. I'm okay. മാഡം, ഒരു സൈൻ വേണമായിരുന്നു.
താങ്ക് യു മാഡം. അതിന് ഇവിടെ ആർക്കിരിക്കണം ഒപ്പ്? നമുക്കൊപ്പൊന്നുമില്ല. പിന്നെ ഒപ്പിന് വരെ നമുക്ക് വിരലടയാളം മാത്രമേ അറിയൂന്ന്. കൺഗ്രാറ്റുലേഷൻ ശ്രീലക്ഷ്മി മാഡം. ഇന്നലെ ശ്രീലക്ഷ്മി മാഡത്തിന്റെ പഴയ ഒരു സൈൻ കാണിച്ചു തന്നപ്പോഴേക്കും മാഡം അത് ഓർത്ത് വെച്ച് മനസ്സിലാക്കി സൈൻ ചെയ്ത് പഠിച്ചല്ലോ. ആഹാ, സാന്ദ്ര മേഡമാണോ ഇത് പഠിപ്പിച്ചത്? ഞാനാകെ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ഓർക്കുമായിരുന്നു. അതെ സർ, ഇന്നലെ സാന്ദ്ര മാഡം എന്നെ കാണിച്ച് പഠിപ്പിച്ചു തന്നതാ. ഇനി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ശരി. ഈ സാന്ദ്ര മേഡത്തിന്റെ ഒരു കാര്യമേ, ഹലോ, ഏ ഈ കപ്പലിന്റെ പുരാണം പഠിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പോയി തരുമോ പ്ലീസ്? അപ്പോ വിഷ്വൽസ് റിമൈൻഡ് ചെയ്താൽ പഴയതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ? ഹലോ, ആ ഡോക്ടർ, ഇപ്പോഴോ? എന്തു പറ്റി ഡോക്ടർ? ആ ശരി ശരി, ഞങ്ങൾ വരാം. അമ്മേ, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ആ സന്ധ്യക്ക് എന്തോ വയ്യെന്നൊക്കെ പറയുന്നു. ഇവളെ കൊണ്ട് തോറ്റല്ലോ എന്റെ ഈശ്വര. ഈ നേരം വൈകിയ നേരത്ത് ഇനി ആശുപത്രിയിലേക്ക് കെട്ടിയെടുക്കണം. ഡോക്ടർ വിളിച്ചതല്ലേ, വാ പോകാം. നിങ്ങളെങ്ങോട്ടാ ധൃതിയിൽ? അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. ഹോസ്പിറ്റലോ? എന്തു പറ്റി? റേയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് രഘു, എന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയുടെ മകളുണ്ട്. അവളിവിടെ വന്നിട്ടുണ്ട്. അവളും മോളെ പോലെ ഗർഭിണിയാ. ഇപ്പം വയ്യാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. പാവം കുട്ടിയാ, സഹായിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളൊന്ന്. അതൊക്കെ നല്ല കാര്യം തന്നെയാ. അതിന് പക്ഷേ രേഖ കൊണ്ട് പോകുന്ന എന്തിനാ? രേഖയുടെ അമ്മ ഒറ്റയ്ക്ക് പോയാ പോരെ? അതല്ല രഘു, അമ്മ ഒറ്റയ്ക്ക്. രേഖ, വയറ് വലുതായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വെറുതെ അങ്ങനെ യാത്ര ചെയ്യണ്ട. അത് അപകടമാണ്. ഈ കാര്യത്തിന് രേഖയുടെ അമ്മ പോവേണ്ട ആവശ്യമേ ഉള്ളൂ. പറയുന്നൊന്ന് മനസ്സിലാക്ക്. എങ്കിൽ പിന്നെ അമ്മ പോയിട്ടോ. സുകന്യ, ഒരു ചായ. പത്മിനി ആന്റി, പത്മിനി ആന്റി. ആ മോള് വന്നോ? വാ. വാ മോളിരിക്കെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട ആന്റി.
എന്തിനാ ആന്റി എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ അത്യാവശ്യം? അത് മോളെ, ഒരു പ്രശ്നമുണ്ട്. അത് പറയാനാ ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. ഓ, പ്രശ്നോ? എന്താ പ്രശ്നം? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ മോളോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കൃഷ്ണയുടെ കാര്യ. അവൾക്ക് ഈയിടെയായി എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ആദ്യം ഞാൻ എന്റെ ഒരു തോന്നലായിട്ട് അതിനെ കണ്ടുള്ളൂ. പക്ഷേ എന്റെ തോന്നലുകൾ ശരിയാണെന്ന് തോന്നി തുടങ്ങിയപ്പോ ഞാൻ കാര്യം തിരക്കി. സംഭവം എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പഴയ കൃഷ്ണയല്ല മോളെ അവളിപ്പോ. അർദ്ധരാത്രി വരെ ഫോണിൽ സംസാരവും സ്വഭാവത്തിനാകെ ഒരു മാറ്റവും. കോളനിയിലെ പലരും പറഞ്ഞറിഞ്ഞു അവളെ ഒരു പയ്യനെയും പലപ്പോഴും പുറത്തു വെച്ച് ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്ന്. അതിന് ആന്റി ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അതവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും. അല്ല മോളെ, അന്ന് നീ വിളിച്ചപ്പോ അവളൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? അവൾ എന്നോട് കള്ളം പറഞ്ഞിട്ട് ആ പയ്യനോടൊപ്പം പോയതാ. അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇത് ബാക്കി എല്ലാവരും അറിഞ്ഞ എന്നെയല്ലേ കുറ്റം പറയൂ? ഇത്രയും നാളും അച്ഛനില്ലാത്ത ഒരു കുറവും ഞാൻ അവക്ക് വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു തോന്നല് പോലും ഉണ്ടാകാതിരിക്കാനായിട്ട് എന്നെ കൊണ്ടാവും പോലെ ഞാൻ എല്ലാം നോക്കി. ഇപ്പോ ഇങ്ങനൊരു പ്രശ്നം അവളായിട്ട് ഉണ്ടാക്കുമ്പോ അതൊരമ്മ എന്ന നിലയിൽ എന്റെ പരാജയമല്ലേ മോളെ? തന്തയില്ലാതെ വളർന്നതിന്റെ ദോഷമൊന്ന് എല്ലാവരും പറയില്ല. അവളോട് എന്തെങ്കിലും ചോദിച്ച് അപ്പ എന്നോട് ദേഷ്യപ്പെടും. അതുകൊണ്ട് മോൾ അവളോടൊന്ന് സംസാരിക്കണം, പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളോടത് മനസ്സിൽ നിന്ന് കളയാൻ പറയണം. അവളെ പ്രസവിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാവരുടെ മുന്നിൽ എന്നെ തല താഴ്ത്തി നിർത്തരുതെന്ന് പറയണം. അങ്ങനൊരു നാണക്കേടുണ്ടായ പിന്നെ അവൾ അവളുടെ അമ്മയെ ഒരിക്കലും കാണില്ല എന്ന് നീ അവളെ പറഞ്ഞു മനസ്സിലാക്കണം. ആന്റി വിഷമിക്കണ്ട, ഞാൻ സംസാരിച്ചു നോക്കട്ടെ അവളോട്. കാര്യം പോലെ പറഞ്ഞ അവൾക്ക് മനസ്സിലാവും. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആന്റി ഇനി ഇതിനെക്കുറിച്ച് അവളോട് സംസാരിക്കാൻ പോകണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി. ആന്റി ഞാൻ വിളിക്കാം. മോളെ, നീ ഈ കാര്യം ആരോടും പറയണ്ട, സരോജൻ ചേച്ചിയോട് പോലും. ഇല്ല ആന്റി, ആന്റി സമാധാനത്തോടെ ഇരിക്കേ. മോളെ, മോളെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു അച്ഛാ. കൃഷ്ണയുടെ വീട്ടില് ഒരു ഫയൽ ഏൽപ്പിക്കണമായിരുന്നു, അങ്ങനെ വന്നതാ. മോള് വീട്ടിൽ കയറുന്നില്ലേ? അമ്മയെ കാണണ്ടേ? ഇല്ല അച്ഛാ, അത്യാവശ്യമായിട്ട് എനിക്ക് തിരിച്ചു പോണം. ഇവിടെ വരെ വന്നാലേ മോളെ, ഒന്ന് അമ്മയെ കൂടി കണ്ടിട്ട് പോകുന്നതിനെന്താ? അമ്മയെ കൂടി കാണുന്നതിന് എത്ര സമയം വേണമെന്നാ? അതുകൊണ്ടല്ല അച്ഛാ, ഞാൻ വന്നോളാം. എന്നാ പിന്നെ ശരി.
ഞാൻ പോയിട്ട് വരാച്ചാ. ഉം.